അപ്പോൾ നമ്മുടെ പദയാത്രയിൽ നിങ്ങൾ കൂടെ ഉണ്ടല്ലോ അല്ലേ? ഇന്നത്തെ പദയാത്രയിൽ ശമ്പളം വാങ്ങാനുള്ള പോക്കാണ്. ശമ്പളവും അതുപോലെ അലവൻസ്, അതുപോലെ തന്നെ കുടിശ്ശിക, അതുപോലെ നമുക്ക് ആവശ്യമായ മറ്റു കുറച്ച് ഓൾ ടൈം, ഇതൊക്കെ നമുക്ക് പറയണ്ടേ? അതാണ് ഇന്നത്തെ ടോപ്പിക്. 5 വാക്കുകളാണ് പരമപ്രധാനമായി പഠിക്കുക. കുറച്ച് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നതും കൂടി നമുക്കൊന്ന് പഠിക്കാം. ചെറിയ സമയമല്ലേ ഉള്ളൂ. നിങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ. ലൈക്കും കമന്റും പറയാതെ ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പൊ ആദ്യമായി നമ്മൾ ആദ്യത്തെ വാക്ക് റാത്തിബ്. റാത്തീബല്ല, റാത്തിബ്, ശമ്പളം. കം റാത്തിബ്, എത്രയാണ് ശമ്പളം? റാത്തിബ് ശരിക്ക കമ്പനി ശമ്പളം. ഓക്കെ, റാത്തിബൽ അസാസി എന്നാൽ അടിസ്ഥാന ശമ്പളം. ഓക്കെ, ശമ്പളം. രണ്ടാമത്തെ ആ വാക്ക് നമുക്ക് വീണ്ടും പഠിക്കാം. മആഷ് എന്ന് പറയാം. മആഷ് എന്ന് പറഞ്ഞാലും ശമ്പളമാണ്. മആഷ്. അപ്പൊ റാത്തിബ്, മആഷ്. ഇത് പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട് നമ്മുടെ റിട്ടയർമെന്റ് അല്ലേ? റിട്ടയർമെന്റ് അതാണ് മആഷിൽ മുത്തഖായിദ് എന്നാ പറയാ. അതായത് പെൻഷനാണത്. റിട്ടയർമെന്റിലെ പെൻഷൻ എന്ന് പറയും മആഷിൽ മുത്തഖായിദ്. മുത്തഖായിദ് പറഞ്ഞാൽ റിട്ടയർമെന്റ് ചെയ്ത ആള്. ഓക്കെ, അപ്പൊ നമ്മൾ മആഷും പഠിച്ചു, റാത്തിബും പഠിച്ചു. ഓക്കെ, മറ്റൊന്ന് ബദൽ എന്നാണ്. പിന്നെ ബദൽ കൂട്ടിയാൽ മതി. ഉദാഹരണം ബദൽ അന്നഖൽ ടി ആണ്. അത് ട്രാൻസ്പോർട്ട് അലവൻസിന് ബദൽ അന്നഖൽ എന്ന് പറയും. ഇനി ഓൾ ടൈമിന്റെ ഇതിന് ബദൽ അമൽ ഇളാഫി എന്ന് പറയും. ബദൽ അമൽ ഇളാഫി എന്ന് പറഞ്ഞാൽ ഓവർ ടൈം, എക്സ്ട്രാ പണി ചെയ്തതിന്റെ കൂലിക്കാണ്. ഓക്കെ ആണോ? മറ്റൊന്ന് ഇതിന്റെ കൂടെ നമ്മൾ പഠിക്കുക റാത്തിബുൽ മുത്തബഖി, കുടിശ്ശിക. അലശരിക്ക റാത്തിബ് മുത്തബഖി, കുടിശ്ശിക ഉണ്ട് എന്ന് പറയും. കുടിശ്ശിക. ഓക്കെ, മുത്തബഖി എന്ന് പറയും. അതുപോലെ തന്നെ അഡ്വാൻസ് ശമ്പളമാണ്. അതിന് സുൽഫ എന്നും മുഖദ്ദം എന്നും പറയും. ഓക്കെ, രണ്ടും പറയും. മുഖദ്ദം, അബ്ഗ മുഖദ്ദം, എനിക്കൊരു അഡ്വാൻസ് വേണം. അതല്ലെങ്കിൽ ഹബീബി ലൗ സമഹ്ത അബ്ഗ അസ്സുൽഫ, ഈ കടം വാങ്ങുന്നതിനും പറയത്. കടത്തിന് യഥാർത്ഥ പേര് വാക്ക് ദൈൻ എന്നാണ്. പക്ഷെ ഇവിടെ ഇതിനും ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ കുറെ വാക്കുകൾ പഠിച്ചു കേട്ടോ. ഇനി നമുക്ക് ഇതിന്റെ അവസാനത്തിൽ പറയാം. അപ്പൊ റാത്തിബ് നമ്മൾ പഠിച്ചു. പിന്നെ അതേപോലെ തന്നെ മആഷും പഠിച്ചു. എത്രയാണ് തുക? നമ്മൾ എമൗണ്ട് പറയുമല്ലോ. ഈ എമൗണ്ടിന് അതിന് പറയാറുള്ള പേരെന്താന്ന് അറിയുക? മബ്ലഗ്. കം അൽ മബ്ലഗ്, എത്രയാണ് മബ്ലഗ്? മബ്ലഗ് എന്ന് പറഞ്ഞാൽ എമൗണ്ട്, മബ്ലഗ്. ഓക്കെ, അപ്പൊ ധാരാളം വാക്കുകൾ പഠിച്ചു. ഇതിൽ നിന്നൊരു വാക്കുകൂടെ നമുക്ക് പറയാം. ഇജാർ എന്നാൽ വാടക എന്നാണ്. ഓക്കെ, ഇജാർ എന്ന വാടക. എന്നാൽ അജ്ർ എന്ന കൂലി എന്നാണ്. അജ്ർ കൂലിയാണ്. അവിടെ തന്നെ ഉജ്റ എന്ന ടാക്സിയാണ്. ഇത് മാറിപ്പോകാൻ പാടില്ല. ഇജാർ. ഓക്കെ, അപ്പൊ നമ്മള് എന്താണ് പറയാം? ഇജാർ യൗമി, ഡെയിലി വാടക. അതല്ലെങ്കിൽ അജ്ർ അൽ യൗമി, ഡെയിലി വേർഷൻ, അല്ലെങ്കിൽ ഡെയിലി നമുക്ക് കിട്ടുന്ന പൈസക്ക് അങ്ങനെ അജ്ർ അൽ യൗമി എന്ന് പറയാറുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമ്മൾ ധാരാളം വാക്കുകൾ ഓരോ പദയാത്രയിലും പഠിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. പദയാത്ര സമാപിക്കാറായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇതൊക്കെ നന്നായി പഠിച്ചെങ്കിൽ ലൈക്ക് ചെയ്യണം, കൂടെ ഉണ്ടാവണം. ശുക്രൻ, മഅസ്സലാമ.